മൃഗങ്ങളെ നിരീക്ഷിക്കാൻ AI ക്യാമറകൾ സ്ഥാപിക്കാൻ സർക്കാർ. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ വികസിപ്പിച്ച ഈ സംരംഭം സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ വ്യാപിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. മൃഗങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, നമുക്കറിയാം ഈ വനത്തിനോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ തന്നെ അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെയധികം വന്യജീവികളുടെ അക്രമത്തിന് ഇരയാകുന്നു. ഈ സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും മുൻകരുതലെടുക്കുന്നതിനുമൊക്കെ തന്നെ ഈ ഭാഗങ്ങളിൽ AI ക്യാമറ സ്ഥാപിക്കാൻ പോകുന്നു. ഒരുപക്ഷെ വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ റോഡുകളിൽ അനാവശ്യമായി AI ക്യാമറകൾ സ്ഥാപിച്ച് ഈ ഹെൽമറ്റ് വേട്ടയൊക്കെ നടത്തുന്ന സർക്കാർ ശരിക്കും എത്രയോ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഇത്, അല്ലേ? ഇപ്പോഴാണ് ഇത് ആലോചിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി AI ക്യാമറ സ്ഥാപിക്കുന്നു. ഇതൊക്കെ ആലോചിച്ച് വരുന്നതേ ഉള്ളൂ. എന്നത്തേക്ക് നടപ്പാക്കാൻ കഴിയും എന്ന് പറയാൻ പറ്റുന്നുണ്ടോ ശ്രീനന്ദ? വിനോദ്, ഇപ്പോൾ AI ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. വന്യജീവി സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങിയത്. ടൈഗർ റിസർവേഷൻ സെന്ററുകളിലും അതുപോലെ തന്നെ മറ്റ് വന്യജീവി മേഖലകളിലും ഇങ്ങനെ ഒരു സംവിധാനം സംസ്ഥാനത്തുടനീളം തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യും. ഉടനെ തന്നെ ഇത് വ്യാപിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ട്രാഫിക് നിയന്ത്രണങ്ങളിൽ മാത്രമല്ല AI ക്യാമറകൾ വന്യജീവിയും മനുഷ്യ സംഘർഷങ്ങളിലും ഏത് മൃഗങ്ങളാണ്, എങ്ങനെയുള്ള മൃഗങ്ങളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അപകടകാരികളായി മാറുന്നത്, അപകടകാരികളായ മൃഗങ്ങളെ കണ്ടെത്തി അവർക്ക് അവരുടേതായ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് അതിൽ നിന്ന് മാറാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ എന്ത് ഇമ്പോർട്ടൻസ് ആണോ ഇത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അതേ രീതിയിലുള്ള പരിഗണന കൊടുക്കണം എന്നൊരു ഇതിലാണ് ഇങ്ങനെ ഒരു AI ക്യാമറ ഇപ്പോൾ സ്ഥാപിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഇങ്ങനെ AI ക്യാമറകൾ സ്ഥാപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത് ഉടനെ തന്നെ ഈ വർഷം ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യോടുകൂടി തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ എല്ലായിടത്തും തന്നെ വ്യാപിപ്പിക്കും എന്നാണ് ഇപ്പോൾ വന്യജീവി വകുപ്പും അതുപോലെ തന്നെ സർക്കാരും എടുത്തിരിക്കുന്ന തീരുമാനം. ഇപ്പോൾ തന്നെ വന്യജീവി മൃഗങ്ങളുടെ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു AI ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും നമുക്ക് ഒരുപാട് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു മുൻകരുതലിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു AI ക്യാമറ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും വനം വകുപ്പും AI ക്യാമറകൾ സ്ഥാപിച്ചാൽ നമുക്ക് നിരവധി പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയും. പക്ഷേ ക്യാമറ സ്ഥാപിച്ചാലൊന്നും ആനയും പുലിയും കടുവയൊന്നും പോകില്ല. അതിനെ തുരത്താനുള്ള കൃത്യമായ സംവിധാനങ്ങൾ കൂടി വേണം, അല്ലേ? അതാണ് അത്യാവശ്യം. എന്നാലും ഇതിൻ്റെ വരവൊക്കെ മുൻകൂട്ടി അറിയാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടാതെ നമുക്ക് ചിലപ്പം നോക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അപ്പോഴും സ്വത്തിന് സംരക്ഷണം ഉണ്ട് എന്ന് പറയാൻ കഴിയും. ജീവന്, അതെ.